ഹലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓണം ലുക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ബ്ലൂ ഹെവൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടില്ലായിരുന്നോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഓണം സിമ്പിൾ ലുക്ക് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ എടുക്കുന്നത് ഇതൊരു ലാക്ടോ കലാമിൻ്റെ ക്രീമാണ് കേട്ടോ. ഇത് നല്ല ക്രീമാണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു വർക്കിംഗ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറില്ല, അതിന് പകരം ഞാൻ ഇതാണ് കേട്ടോ ഉപയോഗിക്കാറ്. നല്ലതാണ്, നല്ല ഒരു ഡേ നൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ക്രീമാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഓയിലൊക്കെ കൺട്രോൾ ആവാനും അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ പോകാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് അടുത്ത് വന്നിട്ട് ഇതാണ് കേട്ടോ, പ്രൈമറാണ്. നമ്മുടെ ബ്ലൂ ഹെവൻ്റെ തന്നെ മേക്കപ്പ് കിറ്റിലുണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക കുറച്ച് നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല രസമാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തൊട്ടക്കുന്നൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് അപ്ലൈ ചെയ്താലും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ചെവിയിലും കഴുത്തുമ്മേലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മേക്കപ്പൊക്കെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും, അത് നല്ല കേട്ടോ. അടുത്തത് വന്നിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു ചെറിയൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ളിടത്ത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ബ്യൂട്ടീഷ്യനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് ബ്ലൂ ഹെവൻ്റെ തന്നെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഇത് നമ്മൾ ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ലൊരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ അത്രയും പറയില്ല, കാരണം കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് ചിലപ്പോൾ തോന്നാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും കേട്ടോ. കുറേ നേരം നമ്മുടെ മുഖത്ത് അങ്ങനെ ഓയിലൊന്നും വരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഞാൻ വീണ്ടും പറയണ്ടല്ലോ. അടുത്ത് നമുക്ക് പൊരുവ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതാണ്, ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഐബ്രോ ഡിഫൈനർ നല്ലതാണ് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കണ്ടമാനം അങ്ങനെ ഒരുപാട് എഴുതി വെച്ചേക്കുന്ന അങ്ങനെയൊന്നും തോന്നത്തില്ല കേട്ടോ. നല്ലൊരു ഐബ്രോ ഡിഫൈനർ തന്നെയാണ് കേട്ടോ. അടുത്തത് നമുക്ക് ഐലൈനറാണ് കേട്ടോ. ഇതും ബ്ലൂ ഹെവൻ്റെ തന്നെ. എല്ലാ പ്രോഡക്റ്റും ഞാൻ ബ്ലൂ ഹെവൻ്റെ എന്ന് പറയണ്ടല്ലോ, എല്ലാം ഞാൻ ബ്ലൂ ഹെവൻ്റെ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കണ്ണെഴുത്ത്. ഓക്കെ, അത് നമ്മൾ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വാലിട്ട് എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം. ഞാൻ വാലൊന്നും എഴുതുന്നില്ല കേട്ടോ, ചുമ്മാ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അത് സെറ്റാക്കി കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതാണ് കേട്ടോ, കാജലാണ് കേട്ടോ. അത് നന്നായിട്ട് തന്നെ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്കിൽ വേണമെങ്കിൽ നമുക്ക് കൺമഷിയും കൂടെ എഴുതി കൊടുക്കാം കേട്ടോ. അതും നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. കുറച്ചുകൂടി ബ്ലാക്കൊക്കെ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണിൻ്റെ പരിപാടി ഏകദേശം നമുക്ക് ഒതുക്കാറായിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഐ ഷാഡോ ഇടണമായിരുന്നു, ഞാനത് ഇട്ടിട്ടില്ല, മറന്നു പോയി. അതുകൊണ്ടാണ് കേട്ടോ. കണ്ണെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ആ സാധനത്തിൻ്റെ കാര്യം ഓർക്കുന്നത്. പിന്നെ ചെറുതായിട്ട് ഞാൻ തോണ്ടി വരച്ചിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരികയാണ്, അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കൺപീലി ഒന്ന് ഒരു ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ വേറെ അവിടെ ഇവിടെയൊന്നും പറ്റാതെ നമ്മൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഈ മഴക്കാലമായിട്ട് ഇങ്ങനെ എന്നെ നന്നായിട്ട് വേർത്തുവിട്ടപ്പോഴത്തേക്കും വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞാ കിടന്ന് ഉറക്കാണ് കേട്ടോ. അത് കാരണം അതിൻ്റെ ഇടയിൽ ചെയ്ത് തീർക്കാനുള്ളൊരു വെപ്രാളത്തിൽ അങ്ങനെ അങ്ങ് പോകണതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ബ്ലഷാണ് കേട്ടോ. ഇത് ഞാൻ കൂടുതലും നമ്മുടെ ലിപ്സ്റ്റിക് കൊണ്ടൊക്കെയാണ് കേട്ടോ ബ്ലഷ് ഇടാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് നമുക്ക് ഇത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഓവറായി പോവാതെ നോക്കണം കേട്ടോ. ഇത് നമ്മൾ ആദ്യം തന്നെ ചെറുതായിട്ട് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ താടിമേലും രണ്ട് കവൾമേലൊക്കെ നന്നായിട്ടിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞാലാണ് സത്യം പറഞ്ഞാൽ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുള്ളൂ കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. ഇത് എന്താ പറയുക, നല്ലൊരു റൂബി റെഡ് എന്നാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ്. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര റെഡൊന്നും അല്ല കേട്ടോ. നല്ലൊരു ലൈറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ അവരവരുടെ ചോയ്സിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ഇടാം കേട്ടോ. പിന്നെ കുറച്ച് കൂടിയിരുന്നാലും സുണ്ടൊക്കെ അങ്ങ് സോസവാന്നിരിക്കട്ടേന്നേ.
അങ്ങനെ നമ്മുടെ മുഖത്തെ കലാപരിപാടികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ ഹെയറിലേക്ക് കടന്നിട്ടുണ്ട്. ഏത് രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പെട്ടെന്ന് കുഞ്ഞുവാവ എണീക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു കുറച്ച് ഭാഗം എടുത്തിങ്ങനെ ട്വിസ്റ്റ് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഫേസ് കട്ടിനനുസരിച്ച് തന്നെ നമ്മൾ കൊടുക്കാം കേട്ടോ. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഒരു ഫേസിന് സ്യൂട്ടാവുന്നതനുസരിച്ച് ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 2 ബേബി ഹെയറൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. ഏകദേശം ഒരു ഓണം സിമ്പിൾ ലുക്കൊക്കെ കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സെറ്റ് മോഡാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള പുട്ടിയും കാര്യങ്ങളൊന്നും അടിച്ചു വാരി പൊത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജ്വല്ലറി സെറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സെറ്റാണ് കേട്ടോ. പിന്നെ പൊട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ബ്ലൂ ഹെവൻ്റെ കിറ്റിലുണ്ടായിരുന്ന ഒരു ലിക്വിഡിൻ്റെ സിന്ദൂരം ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് ആ സിന്ദൂരം വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര റെഡാണ് കേട്ടോ. ഒരു മെനകെട്ട കളറെന്ന് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വേറെ ഒരു ഷെയ്ഡാണ് കേട്ടോ സിന്ദൂരം ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസ് ആയാലോ.